ആരും ഇല്ലായിരുന്ന എപ്പോഴും പറഞ്ഞു ഇതേ നാവിൽ കയറി വരത്തുള്ളൂ. സുഷമ്മയുടെ ഭർത്താവുണ്ടോ? സുഷമ്മയുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും എവരെങ്കിലും ഇവിടെ ഉണ്ടായത്? എവിടെ പോയി കിടക്കുന്ന ദൈവന്മാരൊക്കെ? ഹലോ തമ്പിയേട്ടാ, ഞാൻ എന്നിട്ട് ആശുപത്രി വന്നെണ്ണ. അവളെ നാട്ടെ പ്രസവിക്കാൻ വേണ്ടി കയറ്റി. ഓ പിന്നെ ഒരു 10,000 രൂപ പലിശ കയറണേ. നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ പരിപാടിയിൽ ചെയ്ത് വെച്ചേക്കണം കേട്ടാ. പിന്നെ അവിടെ ഞാൻ മറ്റേ 10,000 ഞാൻ തരാം, സമാനപ്പെട്. ഇനി ആവർത്തിക്കില്ലണ്ണ, സത്യമായിട്ട്. ശരി ഓക്കെണ്ണാ. സിസ്റ്ററെ, എന്റെ ഭാര്യ പ്രസവിച്ച? അയ്യോ, ഈ മാനിന്റെ മയിലിന്റെ പ്രസവം ഒന്നും ഇവിടെ ഇല്ല. അതേതെങ്കിലും കാട്ടിപ്പോയി നോക്കണം, ഇവിടെ അല്ല വരേണ്ടത്. അതല്ലെന്ന് എന്റെ ഭാര്യ ഞാൻ ഇവിടെ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഒരു മാന്യമായിട്ടുള്ള വേഷത്തെ ആശുപത്രി വേണ്ടടാ. ഇത് എന്തോന്ന് വേഷോടാ ഇത്? അതുകൊണ്ട് ഞാൻ പരിപാടിക്ക് പോയി നിന്ന സമയത്തല്ല ഇവിടെ വിളിച്ചു വെച്ചാൽ പെണ്ണുമ്പിളക്ക് ഒട്ടും പോയാൽ പെട്ടെന്ന് വന്ന്. പിന്നെ പെട്ടെന്ന് ഇനി പ്രസവിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനെ കൊണ്ടങ്ങ് പോയേനെ. പിന്നെ പെട്ടെന്ന് പ്രസവിച്ചാൽ അതിനകത്ത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീനല്ലേ ഇതിലെ കയറ്റിട്ട് അപ്പുറത്തൂടെ വലിച്ചിങ്ങി എടുക്കാനായിട്ട്. എടാ സമയമാകുമ്പോ അവള് പ്രസവിപ്പിക്കും. അപ്പൊ കൊച്ചിനെ അങ്ങോട്ട് വരാം, അങ്ങോട്ട് മാറിയില്ല അങ്ങോട്ട്. സിസ്റ്ററെ, എന്താടാ? ഒരു നിമിഷം പറ. എന്തിനാണ് ആവശ്യമുള്ള നീ കാണിച്ചു? എന്തിനാ എന്നെ ഉമ്മ വെച്ചത്? അല്ല, ഞാൻ പരിപാടിക്ക് പോണ സമയത്താണ് അവള് പ്രസവിച്ചു കഴിഞ്ഞാലേ എന്റെ കൊച്ചിന് കൊടുക്കാനുള്ള ഉമ്മയാണ്. കൊച്ചിന് കൊടുക്കാനായിരുന്നാ? അല്ല, നീ എനിക്ക് എന്നൊന്നും അല്ലല്ലേ. അങ്ങനെ ഞാൻ ചെയ്യോ? എനിക്ക് അങ്ങോട്ട് വരുന്ന സ്വഭാവം ഇപ്പൊ മാറിയാനങ്ങോട്ട്. എടാ നീ ഇതാ ഈ തുണ്ടിയുള്ള മരുന്നൊക്കെ ഓടിപ്പോയി മേടിച്ചോണ്ടോ കേട്ടാ. ഓ മൈ ഗോഡ്, എന്താടാ ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ? അയ്യാ, നീ വായിക്കണ്ട, മെഡിക്കൽ സ്റ്റോറുകാർ വായിച്ചോളും. പിന്നെ ഈ മരുന്ന് മേടിച്ചോണ്ട് വേഗം ഇങ്ങോട്ട് വരണം. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. സമ്മതിക്കൂല, ഉള്ള പരിവത്തി ഇനി തരി അങ്ങോട്ട്. എടാ നിനക്ക് ഇഞ്ചക്ഷൻ ഉണ്ടെന്നല്ല, ആ പ്രസവിക്കാൻ കിടക്കുന്ന പെങ്കൊച്ചിന്റെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. ഇതൊക്കെ ഞാൻ ആരോട് പറയാനിത്? എന്റെ അടുത്തല്ലേ നിങ്ങൾ പറയണം. എല്ലാരും സൈഡ് ഒതുങ്ങി കൊടുക്കണം. ഈ സിസ്റ്റർ ഒരു ഹുമ്മ് വിട്ടിട്ടുണ്ട്. നിങ്ങളെ ഹുമ്മ് താണ്ട ഓഫീസുകാരന്റെ സൈഡിൽ പോയിട്ട് അവരെ ബസ്സറും അടിച്ച് തെറിപ്പിച്ചു നിങ്ങളെ ഹുമ്മ്. മതി പോയി മരുന്ന് മേടിച്ചോണ്ടോ. സിസ്റ്ററെ, ഉമ്മ വയ്ക്കല്ലേടാ വീണ്ടും. ഒരു കാര്യം ചോദിച്ചാൽ എന്നെ വഴക്കൊന്നും പറയല്ലേടാ. എത്ര പ്രസവം കഴിഞ്ഞു? ഇവിടെ കല്യാണം കഴിക്കാത്ത ഒരു നിത്യ കന്യക എന്റെ മുഖത്തേക്ക് നീ എന്താടാ ചോദിച്ചത്? ഞാൻ പറഞ്ഞു, കാരണം എന്റെ ഭാര്യ അകത്ത് പ്രസവിക്കാൻ കിടക്കുകയല്ലേ. നമുക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ലെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. എടാ നീ ഡോക്ടർമാരും നഴ്സുമാരും പറ്റി എന്തോന്നാ വിചാരിച്ചിരിക്കുന്നത്? ഈ MBBS നഴ്സിംഗ് ഒക്കെ എടുത്തത് കാണാനല്ല. ഇനി മേലെ ഇവിടെ വന്ന് ഇമാതിരി വിവരം കെട്ട വർത്താനം പറയരുത്. ഇറങ്ങി പോടാ വെളിയിൽ. സിസ്റ്റർ ഒന്ന് നിൽക്കണം. അതെ, ഈ മെഡിക്കൽ ഡിഗ്രി കൈ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഹിപ്പോക്രാറ്റ്സോ I spare my Apollo physician that I will use the treatment according to my ability and judgment. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആദ്യ ശുശ്രൂഷകൻ മനസ്സിനെ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന്. അതിൽ ഒരെണ്ണം പോലും അറിഞ്ഞു നിങ്ങളെ പോലെ ഉള്ളവരാണ് ഇതുപോലെയുള്ള മെഡിക്കൽ പ്രൊഫഷനെ തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കി പറ്റുന്നത്. മൈൻഡ് ഇറ്റ്. മരുന്നല്ല വാങ്ങിക്കണം. എടാ നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിന്റെ ഭാര്യക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറ. എന്നാ അവളെ ടെൻഷൻ കൂട്ടാനല്ല, കുറയ്ക്കാനാ നോക്കുന്നേ. വേറെ ഒന്നും കൊണ്ടല്ലടാ, ആദ്യമായിട്ടുള്ള പ്രസവമല്ലേ, അതിന്റേതായ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുള്ള ഒരു ടെൻഷൻ കേട്ടോ. മണ്ടത്തരം കാണിച്ചു. എന്താടാ? എക്സ്പീരിയൻസ് ഉള്ള പെണ്ണിനെ കെട്ടിയാൽ എന്തോത്തിന് ടെൻഷൻ അടിക്കണ്ടല്ലോ. സൈലൻസ്. ഇതാ ലേബർ റൂമിന്റെ ഫ്രണ്ടാണ്. ഇവിടെ കിടന്ന് പട്ടികളെ കണക്ക് സംസാരിക്കുന്നത് വളരെ വളരെ മോശം. പെണ്ണും പിള്ളേരുടെ അടുത്ത് പറഞ്ഞ അവിടെ ഈ മൈപ്പീലി കൊണ്ട് അത് കൊടുക്കുക. ഈ മൈപ്പീലി കൊണ്ട് എനിക്ക് അവൾ അതിനകത്തൊക്കെ നിങ്ങളെ നിർത്താനും പറ്റും. എടാ നിന്റെ നിന്റെ ഭാര്യ പ്രസവിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻ. അത് ഞാനല്ല പെറ്റത്. കൺഗ്രാജുലേഷൻ സിസ്റ്ററെ. എടാ നീ ആദ്യം ഒരു ഉമ്മ വന്നിട്ട് പറയും നിന്റെ കൊച്ചിന് കൊടുക്കാനാണ്. ഇപ്പൊ നീ എന്നെ മനപ്പൂർവ്വം ഉമ്മ വെച്ചല്ലേടാ. ആദ്യം കൊടുത്തത് കൊച്ചിന്, ഇപ്പൊ കൊടുത്തത് ഭാര്യക്ക്. എന്റെ ഭാര്യക്ക് കൊടുത്തേക്കണേടി.